പ്രിയപ്പെട്ട കുട്ടികളെ, IT പ്രാക്ടിക്കൽ എക്സാമിലെ ഗ്രൂപ്പ് 2-ലെ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ മെയിൽ മെർജ്. 2 ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മെയിൽ മെർജിൻ്റെ ഏരിയയിൽ പ്രിപ്പയർ ആൻ ID കാർഡ്. Prepare ID cards for the students of Little Kites using mail merge technique in LibreOffice Writer. മെയിൽ മെർജ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ID കാർഡ്സ് ഉണ്ടാക്കണം സ്കൂൾ ലിറ്റിൽ കൈറ്റ്സിന് വേണ്ടി. ഡീറ്റെയിൽസ് ഓഫ് ദ ക്ലബ് മെമ്പേഴ്സ് ആർ ഗിവൺ ഇൻ ദ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡർ വിത്ത് ഫയൽ നെയിം കാർഡ് ODS ആൻഡ് ദ സാമ്പിൾ ID കാർഡ് വിത്ത് ദ ഫയൽ നെയിം LK കാർഡ് OTT ഇൻ ദ സെയിം ഫോൾഡർ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മെയിൽ മെർജ് നടത്തണമെങ്കിൽ 2 ഡോക്യുമെൻ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ നമ്മളൊരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റും വേണം, ഒരു ഡാറ്റാബേസ് ഡോക്യുമെൻറ്റും വേണം. അപ്പോൾ ഇവിടെയുള്ള ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് LK കാർഡ് .OTTയും ഡാറ്റാബേസ് ഫയൽ കാർഡ് .ODSുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തുറക്കേണ്ടത് ടെക്സ്റ്റ് ഡാറ്റ ആണ് തുറക്കേണ്ടത്, ലെറ്റർ ആണ് തുറക്കേണ്ടത്, LK കാർഡാണ് നമ്മൾ തുറക്കേണ്ടത്. ഓക്കെ, നമ്മൾ പോവാം പ്ലേസസിലെ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എക്സാം ഡോക്യുമെൻറ്റ്സിലായിരിക്കും ഉണ്ടാവുക. അതിൽ നമ്മൾ പേര് ഓർമ്മയില്ലെങ്കിൽ LK കാർഡ് OTT, LK കാർഡ് OTT എന്താണ്? അപ്പോൾ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കാർഡ് നോക്കുമ്പോൾ നമുക്കറിയാം നെയിം, അഡ്മിഷൻ നമ്പർ, ക്ലാസ് ആൻഡ് ഡിവിഷൻ, LK ബാച്ച്, ഇതെല്ലാം ബ്ലാങ്ക് ആണ്. ഇപ്പോൾ ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മെർജ് ചെയ്തിട്ട് വേറൊരു ഡോക്യുമെൻറ്റ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പേരെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് മെർജ്ഡ് ഡോക്യുമെൻ്റ് ആക്കി നമ്മുടെ രജിസ്റ്റർ നമ്പർ _ ഫയൽ നെയിമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഫയൽ നെയിമായിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ എവിടെയാണ് നമ്മുടെ അഡ്രസ്സുകളും ഡീറ്റെയിൽസൊക്കെ എവിടെയാണുള്ളത്? കാർഡ് .ODSലാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കാർഡ് .ODS ആണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ ഓർമ്മിച്ച് വെക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇൻസേർട്ട് പോയിട്ട് ഫീൽഡിൽ മോർ ഫീൽഡ്സ് എടുത്ത് അതിൽ ഡാറ്റാബേസും മെയിൽ മെർജ് ഫീൽഡും ആണ് നിൽക്കുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ആഡ് ഡാറ്റാബേസ് ഫയലിൻ്റെ വലത് ഭാഗത്തുള്ള ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഹോമിലുള്ള എക്സാം ഡോക്യുമെൻറ്റ്സിലെ ആ ഡോക്യുമെൻ്റ് ഓർമ്മയില്ലേ? നമ്മൾ ഓർമ്മിക്കുക കാർഡ് .ODS, കാർഡ് .ODS നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് തുറന്ന് കാർഡ് .ODSലെ ഫീൽഡുകളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഡാറ്റാബേസിൽ നമ്പർ, നെയിം, അഡ്മിഷൻ നമ്പർ, ക്ലാസ് ആൻഡ് ഡിവിഷൻ, ബാച്ച് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫീൽഡുകൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ രണ്ട് വഴികളുണ്ടെന്ന് ഞാൻ നേരത്തെ നമ്മൾ കണ്ടു. ഒന്ന്, നമ്മൾ ഇവിടെ കർസർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെയിം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നെയിം ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നെയിം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ നമ്പർ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഇടാം. അപ്പോൾ എളുപ്പം നമുക്ക് ഇവിടെ കർസർ പ്ലേസ് ചെയ്തിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ ആ പ്ലേസിൽ വരും ബാച്ച്. അപ്പോൾ നമ്മൾ നോക്കുക, നമ്മുടെ കാർഡിലെ നെയിമിന് നേരെ നെയിമാണെന്നും അഡ്മിഷൻ നമ്പറിന് അഡ്മിഷൻ നമ്പറാണെന്നും ക്ലാസ് ആൻഡ് ഡിവിഷനിൽ ക്ലാസ് ആൻഡ് ഡിവിഷനാണെന്നും LK ബാച്ചിലെ ബാച്ചും ആണെന്നും നമ്മൾ ഉറപ്പ് വരുത്തി. ഫീൽഡുകൾ മാറിപ്പോയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ എടുത്ത വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നമ്മുടെ മെയിൻ ഡോക്യുമെൻ്റ്. അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് നമ്മൾ മെർജ് ചെയ്യേണ്ടത്. മെർജ് ചെയ്യാനുള്ളത് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. ഇതിപ്പോൾ ഡോക്യുമെൻറ്റിലെ ഫീൽഡുകൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതിന് രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിന് മെർജ് ചെയ്യണം. അതിൽ ഫയലിൽ പോയിട്ട് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ് ഇതിൽ മെയിൽ മെർജ് ഡാറ്റാബേസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫോം ലെറ്ററായിട്ട് പ്രിൻ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അതിൽ യെസ് കൊടുക്കുക. ഈ വിൻഡോയിൽ നമ്മൾ യെസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നു. അപ്പോൾ അടുത്ത വിൻഡോയിൽ നമ്മൾ കൊടുക്കേണ്ടത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഭാഗത്ത് 2 ഓപ്ഷനാണുള്ളത്, പ്രിൻ്ററും ഫയലും. നമ്മൾ ഫയലിലേക്ക് മാറ്റണം, മറന്നു പോരുത്. ഫയലിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മളൊന്ന് ഓക്കെ പറയാം. ഓക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു സേവ് ചെയ്യേണ്ട ഒരു വിൻഡോ വരും. ആ സേവ് ചെയ്യുന്ന വിൻഡോയിൽ എപ്പോഴും ഓർമ്മിക്കുക, സേവ് ചെയ്യേണ്ട വിൻഡോയിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പറായിട്ട് നിങ്ങൾ കൊടുക്കുക. അത് നമ്മുടെ ഹോമിലെ എക്സാം 10ലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയ വിൻഡോയിലൂടെ നമ്മളിങ്ങനെ മിന്നി മറയുന്നത് കാണാം. അത് മെർജിങ് നടക്കുന്നതായിട്ടുള്ള ഒരു അറിയിപ്പാണിത്. അങ്ങനെ മെർജ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ക്ലോസ് ചെയ്യണ്ട, ക്ലോസ് ചെയ്യണം. പക്ഷേ ഇത് തൽക്കാലം മിനിമൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഹോമിലെ എക്സാം 10 ഒന്ന് എടുത്ത് നോക്കുക. അതിൽ നമ്മുടെ ഡോക്യുമെൻറ്റ് വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വന്നിട്ട് നെയിം കൃഷ്ണകുമാർ, അഡ്മിഷൻ നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത പേജിൽ ഇത് വന്നിട്ടുണ്ട്,
റാവ് അടുത്ത കുട്ടി വന്നിട്ടുണ്ട്, മായ. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ വന്നിട്ടുണ്ട്, എല്ലാത്തിലും വന്നിട്ടുണ്ട്. അഡ്മിഷൻ നമ്പർ എല്ലാം വന്നിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഈ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാം. എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മെർജ് ചെയ്യാൻ എടുക്കുന്ന മേജർ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, മെയിൻ ഡോക്യുമെൻറ്റ്, ആ മെയിൻ ഡോക്യുമെൻ്റ് എടുക്കാം. ഇത് നമ്മൾ ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യേണ്ട സമയത്ത് നമ്മളോട് സേവ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഡോണ്ട് സേവ്. ഇതല്ല നമ്മുടെ രജിസ്റ്റർ നമ്പറായിട്ട് സേവ് ചെയ്യേണ്ടത്. മെർജ് ചെയ്ത് കഴിഞ്ഞ് കിട്ടിയ നമ്പറാണ്, അത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഡോണ്ട് സേവ്. അതോടുകൂടി നമ്മൾ ആ മെർജ് ചെയ്ത് ഇത് കാണാം. എക്സാം ഡോക്യുമെൻറ്റ്സിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പ് വരുത്താം. ഒന്നുകൂടെ നമുക്ക് ഉറപ്പ് വരുത്താം. നമ്മൾ നേരത്തെ നോക്കിയതാണ്, എങ്കിൽ കൂടെ ഒന്നും കൂടെ തുറന്ന് നോക്കി. ഓക്കെ, എല്ലാ കുട്ടികളുടെയും പാർട്ടിസിപ്പൻറ്റ് കാർഡ് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു ഡോക്യുമെൻറ്റിനെ മെയിൽ മെർജ് ചെയ്ത് ഒരു മെർജ്ഡ് ഡോക്യുമെൻ്റ് ആക്കി നമ്മുടെ എക്സാം 10ൽ സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ചോദ്യം കൂടി ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താങ്ക് യു.